അസ്സലാമലൈക്കും. ഇന്ന് നമ്മൾ നെയിൽ കോണാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ആദ്യം തന്നെ ഒരു ടിന്നും പിന്നെ ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ്സും എടുത്തേക്കണേ. പഴയതാണ്, നോക്കണ്ട. പിന്നെ നമുക്ക് വേണ്ടത് ശർക്കരയാണ്. ശർക്കര ഉണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മളത് പൊടിക്കണം ആദ്യം വേണ്ട കേട്ടോ. നമ്മൾ ശർക്കര മൈലാഞ്ചിയാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിലോട്ട് കുറച്ച് ഗ്രാമ്പു വേണം, പിന്നെ ചായപ്പൊടി, പിന്നെ ചെറിയ ജീരകമാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ചായപ്പൊടിയും ചെറിയ ജീരകവും ഒരേ അളവിലാണ് കേട്ടോ എടുക്കേണ്ടത്. ചായപ്പൊടി 3 ടീസ്പൂൺ ആണെങ്കിൽ ചെറിയ ജീരകവും 3 ടീസ്പൂണ്. ഞാനിവിടെ കുറച്ച് അധികം എടുക്കുന്നുണ്ട് കേട്ടോ, കുറച്ച് അധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കാനുണ്ടായതുകൊണ്ട് തന്നെ. ഇനി ഇത് ടിന്നിലോട്ട് ഇട്ട് കൊടുക്കുക. നമ്മുടെ സ്റ്റീലിൻ്റെ ഗ്ലാസ് വെച്ച് കൊടുക്കുക. അതാണ് അടുത്ത സ്റ്റെപ്പ് കേട്ടോ. ഇനി ടിന്നിൻ്റെ പാകത്തിന് അടിയിലേക്ക് ഇറങ്ങിപ്പോകാത്ത രീതിക്കുള്ളൊരു ഗ്ലാസ്സിലോ അല്ലെങ്കിൽ പാത്രത്തിൽ വെള്ളം വെച്ചിട്ട്, അതുപോലെ ഞാനിപ്പോൾ ഇങ്ങനെ കെട്ടി കൊടുക്കുന്നത് എന്തിനാ വെച്ചാൽ ആവി പുറത്തോട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് ആ ശീല നനച്ചിട്ട് കെട്ടി കൊടുക്കുകയാണെങ്കിൽ അതിനേക്കാൾ നല്ലതായിരിക്കും. ഇപ്പം ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ തിളച്ച വെള്ളം ഒഴിവാക്കിയിട്ട് കുറച്ച് നോർമലായിട്ടുള്ള വെള്ളമോ തണുത്ത വെള്ളമോ ഒഴിച്ച് കൊടുത്താൽ ഒന്നുകൂടി നമുക്ക് അതിലേക്കുള്ള ലിക്വിഡ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ആ കിട്ടിയ ലിക്വിഡിലോട്ട് മൈദപ്പൊടി ഇടുന്നുണ്ട്. ആവശ്യത്തിന് അനുസരിച്ചാണ് ഇടേണ്ടത്. അത് നോക്കിയിട്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര മൈദപ്പൊടി വേണ്ട വെച്ചാൽ അതിടുക കേട്ടോ. തീരെ ലൂസാവാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക, നല്ല കട്ടിയാവാണ്ടിരിക്കാനും ശ്രദ്ധിക്കുക.
അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.